ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് പപ്പായയും ഇരുമ്പൻ പുളിയും വെച്ചിട്ടുള്ള ഒരു ഉഗ്രൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പപ്പായയുടെ കൂടെ തൈര് ചേർത്തിട്ട് നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്കും. തൈരില്ലാന്ന് വെച്ചിട്ട് ഒട്ടും ടേസ്റ്റിൽ കുറവില്ല. അതാണ് ഇരുമ്പൻ പുളി, നമ്മുടെ നാട്ടിലൊക്കെ ഓർക്കാപ്പുളി എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇത് ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് പപ്പായയിൽ കൊണ്ട് കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഒരു തേങ്ങയും കൂടിയാണ് കേട്ടോ. ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് വേണ്ട 3 ചേരുവകളാണ് കേട്ടോ ഇത്. പപ്പായയും ഇരുമ്പൻ പുളിയും തേങ്ങയും. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഒരു പപ്പായ തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു വലിപ്പമുള്ള പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പപ്പായയുടെ 1/4 ഭാഗം അളവിൽ നമുക്ക് ഇരുമ്പൻ പുളി, അതായത് ഓർക്കാപ്പുളിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കട്ടോ. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമുക്ക് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ആ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തവർക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഏകദേശം 1.25 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ എല്ലാ കറിയിലും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടുതലായിട്ട് ചേർക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1.25 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഇത്ര ചേർക്കണ്ട കേട്ടോ, ഒരു 3-4 എടുത്താൽ മതി. ഇത് എരിവ് കുറച്ച് കുറവുള്ള മുളകാണ്. ഇനി ഗാന്ധാരി മുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഗാന്ധാരി മുളകാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിളക്കുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുക്കായി വരണം. അപ്പോൾ അത് ശരിക്കും കുക്കാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 4 ചുവന്നുള്ളി, അതുപോലെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി, ചെറിയ ജീരകം കുറച്ച്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നല്ലപോലെ നരച്ച് വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ പപ്പായൊക്കെ അത്യാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. വെള്ളം ശരിക്കും അങ്ങോട്ട് വറ്റിയിട്ടില്ല കേട്ടോ, കാരണം ഇരുമ്പൻപുളിയിൽ നിന്ന് വെള്ളം കുറച്ച് ഇറങ്ങി വരും. അപ്പോൾ ഇത് ഈ ഒരു വേവാണ് ആവേണ്ടത്. ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരക്കുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. കാരണം എന്താ വെച്ചാൽ ഈ കറിയിൽ വെള്ളം കൂടിപ്പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെറിയ മിക്സിയുടെ ആ ചെറിയ ജാറുണ്ടല്ലോ, അതിൽ അരക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കറി വേണ്ടത് കേട്ടോ. കാരണം ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ ഇരുമ്പൻപുളിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട് നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ പിന്നെ കൂടുതൽ വെള്ളം ചേർക്കാതെ നമുക്ക് വേവിക്കാനും കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനനുസരിച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അവിടെയും ഇവിടെയൊക്കെ തിള വന്ന് തുടങ്ങിയെന്ന് തോന്നിയാൽ വേഗം ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കൂടുതലായിട്ട് തിളക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് താളിച്ച് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് കൊടുക്കുക. കടുക് പൊട്ടുന്ന സമയത്ത് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ആ ചൂടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി അത് നമുക്ക് ഇതിൻ്റെ കറിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇരുമ്പൻ പുളിയും പപ്പായയും വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.